ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ആരാധനക്രമ വത്സരത്തിലെ അവസാന കാലമായ പള്ളിക്കൂദാശക്കാലം 1-ാം ആഴ്ചയിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. മണവാട്ടിയായ സഭ തൻ്റെ മണവാളനായ ഈശോയെ മുഖാമുഖം ദർശിക്കുകയും അവന് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മണവാളൻ്റെ മഹത്വത്തിൽ പൂർണ്ണമായി പങ്കുപറ്റുന്നു എന്ന ചിന്തയാണ് ഈ കാലത്ത് നാം ധ്യാനിക്കുന്നത്. സഭാമക്കളായ നമ്മിലൂടെ ഈ വിശുദ്ധീകരണം എപ്രകാരം സാധ്യമാക്കണമെന്ന ആത്മാർത്ഥമായ വിചിന്തനമായിരിക്കണം ഈ കാലത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ തുടിപ്പുകളെ ക്രമപ്പെടുത്തേണ്ടത്. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ കാലത്തിൻ്റെ ആരംഭം എന്ന് അനുമാനിക്കപ്പെടുന്നു. എന്നാൽ ഏത് ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഇത്ര കാര്യമായി ആഘോഷിച്ചിരുന്നത് എന്നതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എദേസിയിലെ പള്ളിയുടെ പ്രതിഷ്ഠയാണെന്നും ഇപ്പോഴത്തെ ഇറാഖിൻ്റെ ഭാഗമായിട്ടുള്ള പാത്രിയാർക്കീസ് പള്ളിയുടെ പ്രതിഷ്ഠയാണെന്നും അനുമാനങ്ങളുണ്ട്. AD 335 സെപ്റ്റംബർ 13 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ജെറുസലേമിൽ കർത്താവിൻ്റെ കബറിടത്തിൽ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയാണെന്നും അഭിപ്രായമുണ്ട്. 1 മക്കബായർ 4-ാം അധ്യായം 59 കാണുന്ന യഹൂദ തിരുനാളിൻ്റെ തുടർച്ചയായി എല്ലാ ദേവാലയങ്ങളും പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി നവംബർ 30-നും ഡിസംബർ 25-നും ഇടയ്ക്ക് ഏതെങ്കിലും 8 ദിവസങ്ങളോളം നീണ്ടു നിന്നിരുന്ന ഒരു തിരുനാളാണ് ഇതെന്നും കരുതപ്പെടുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിലൊരു തിരുനാൾ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ ആരാധന വത്സരത്തിൽ പ്രത്യേകമായൊരു കാലം രൂപപ്പെട്ടത് പിന്നീടാണ് എന്ന് വ്യക്തമാണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈശോയാബ് 3-ാമൻ പാത്രിയാർക്കീസ് ആരാധന വത്സരത്തെ നവീകരിച്ചപ്പോൾ പഴയ നിയമത്തിലെ 4 ദേവാലയ പ്രതിഷ്ഠകളെ അടിസ്ഥാനപ്പെടുത്തി ഈ കാലത്തിൽ ഇന്നു കാണുന്ന 4 ആഴ്ചകളെ രൂപപ്പെടുത്തിയതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. അതിൽ 1-ാമത്തെ പ്രതിഷ്ഠയാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ വിവരിക്കുന്ന മോശയുടെ സമാഗമ കൂടാരത്തിൻ്റെ പ്രതിഷ്ഠ. മോശ നിർമ്മിച്ച ഈ സാക്ഷ്യ കൂടാരത്തിനോടാണ് വിശുദ്ധ സഭയെ ഉപമിച്ചിരിക്കുന്നത്. വിരികൾ കൊണ്ട് നിർമ്മിച്ച ഈ കൂടാരം പാപികൾക്ക് ഒരു തുറമുഖമായിരുന്നു. മോശ അതിനുള്ളിൽ പ്രവേശിച്ച് തൻ്റേതല്ലാത്ത രക്തം കൊണ്ട് ഈ കൂടാരത്തെ സമീപിക്കുന്നവർക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നൽകിയിരുന്നു. എന്നാൽ സഭയാകുന്ന കൂടാരത്തിൽ ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ അവളെ എല്ലാവിധ കറകളിൽ നിന്നും കഴുകി വിശുദ്ധീകരിക്കുകയും തൻ്റെ സ്വന്തം ശരീര രക്തത്താൽ അവളെ പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ കൂടാരം ജ്വലിക്കുന്ന മേഘത്താൽ ആവൃതമായെങ്കിൽ സഭയാകുന്ന കൂടാരത്തെ ഈശോയുടെ സജീവമായ സാന്നിധ്യത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് സഭയെ കൃപാവരത്താൽ നിറയ്ക്കുകയും സ്വർഗീയ സമ്പത്തിൻ്റെ ഉറവിടങ്ങളായ സ്ലീവായും വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള എല്ലാ കൂദാശകളും സഭയിൽ നിഷിദ്ധമാക്കിക്കൊണ്ട് അവളെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ദൈവീക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ സുഹൃതങ്ങളാണ് സഭാജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഈ ദൈവീക പുണ്യങ്ങളെ അഭ്യസിക്കുക, അവയിൽ ആഴപ്പെടുക എന്നതാണ് സഭാ നവീകരണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ഇന്നത്തെ വായനകളും പള്ളിക്കൂദാശക്കാലത്തിൻ്റെ ആധ്യാത്മികതയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1-ാമത്തെ പുണ്യമായ വിശ്വാസം, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇതേ അധ്യായത്തിൽ 65-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം സ്ഥിരീകരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം സ്വർഗത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണെന്ന്
ഈശോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പത്രോസിനോട് ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലിനെ സ്വീകരിച്ച് അത് ഏറ്റുപറഞ്ഞ പത്രോസ് വിശ്വാസത്തിൻ്റെ പ്രതിരൂപവും സഭയുടെ അടിസ്ഥാനവുമായി മാറി. അങ്ങനെയെങ്കിൽ സഭാജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈശോ മിശിഹ ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസവും അവിടുന്ന് നമ്മുടെ കർത്താവും ദൈവവുമാണെന്നുള്ള ഏറ്റുപറച്ചിൽ തന്നെയല്ലേ? ഇന്നത്തെ ലേഖന ഭാഗം കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനഭാഗത്ത് മറ്റൊരു ദൈവീക പുണ്യമായ സ്നേഹത്തെക്കുറിച്ച് കാര്യമായി തന്നെ വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം ദീർഘക്ഷമയുടെയും ദയയുടെയും സഹനത്തിൻ്റെയും ശീലങ്ങളെ അഭ്യസിക്കലാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ, സഭാജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ സ്നേഹമാണെന്ന് സ്ലീഹ ഇവിടെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണല്ലോ സഭ, ദൈവസ്നേഹത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ ഇടം. സഭാ ശുശ്രൂഷകൾ അത് സ്നേഹ ശുശ്രൂഷകൾ തന്നെയാണ്. അത് അസൂയയില്ലാത്ത, ആത്മപ്രശംസയില്ലാത്ത, അഹങ്കരിക്കാത്ത, കോപിക്കാത്ത, വിദ്വേഷം പുലർത്താത്ത നിസ്വാർത്ഥമായ ഒരു ജീവിതശൈലിയാണ്. ആയതിനാൽ സ്നേഹത്തിൻ്റെ എതിർസാക്ഷ്യങ്ങൾ സഭാ ശുശ്രൂഷകൾക്ക് തടസ്സങ്ങളാണെന്ന് മനസ്സിലാക്കി കൂടുതൽ തീഷ്ണതയോടെ, കൂട്ടുത്തരവാദത്തോടെ കർത്താവ് ഭരമേൽപ്പിച്ച സുവിശേഷവൽക്കരണം സാധ്യമാക്കുവാൻ നമുക്ക് യത്നിക്കാം. ഉദ്ധാനത്തിന് ശേഷം ഈശോ പത്രോസിനോട് ആവർത്തിച്ച് ചോദിച്ച ചോദ്യം ഇന്ന് സഭയോട് അവിടുന്ന് ചോദിക്കും: നീ എന്നെ സ്നേഹിക്കുന്നുവോ? സഭയ്ക്ക്, സഭാമക്കൾക്കുണ്ടാകേണ്ട മറ്റൊരു ദൈവീക പുണ്യമാണ് പ്രത്യാശ. വിശുദ്ധ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടതും ദിവ്യരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ സഭ നിത്യപുരോഹിതനായ മിശിഹായ്ക്ക് നിരന്തരം സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്നാണ് അവളുടെ കോട്ടകളെ സത്യത്തിൻ്റെ ശക്തി കൊണ്ട് ബലപ്പെടുത്തുന്നതും പ്രതിസന്ധികളുടെ ഏത് കാറ്റിനെയും കോളിനെയും തരണം ചെയ്യുവാൻ തക്കവിധം അവളെ ഉറപ്പിച്ചു നിർത്തുന്നതും. ഇന്നത്തെ 2-ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനുണ്ടായ സ്വർഗീയ ദർശനത്തെ വിവരിക്കുന്നു. ദൈവീക പുണ്യമായ പ്രത്യാശ അത് സ്വർഗപ്രാപ്തിയല്ലാതെ മറ്റൊന്നുമല്ല. നിരന്തരം അവിടുത്തെ ആരാധിക്കുന്ന, അവിടുത്തേക്ക് ഹല്ലേലൂയ പാടുന്ന ഇടമാണല്ലോ സഭ. തീർത്ഥാടകയായ സഭയ്ക്ക് 3 മാനങ്ങളുണ്ട്. അതിൽ വിജയസഭ സ്വന്തമാക്കിയതും ശുദ്ധീകരണ സ്ഥലത്തെ സഹനസഭ അതിതീഷ്ണമായി ആഗ്രഹിക്കുന്നതും ഈ ലോകത്തിലെ സമരസഭ പ്രത്യാശയോടുകൂടെ ലക്ഷ്യം വെക്കേണ്ടതും സ്വർഗരാജ്യവും നിത്യരക്ഷയുമാണ്. ഈ വിശുദ്ധ തീർത്ഥാടനത്തിൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നീ ദൈവീക പുണ്യങ്ങളെ മുറുകെ പിടിച്ച് രക്ഷയുടെ അടയാളമായ സ്ലീവായിലേക്ക് കണ്ണുനട്ട് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായ വചനത്തെ ഉപാസിച്ച് ബലിപീഠത്തിൽ മുറിയപ്പെട്ട സ്നേഹത്തിൻ്റെ തീക്കട്ടയായ വിശുദ്ധ കുർബാനയെ ഉള്ളിൽ പേറുന്ന ദിവ്യസക്രാരിയായി, വിശുദ്ധ കൂടാരമായി, സഭാഗാത്രമായി നമുക്ക് പരിണമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. ആമേൻ.